ഹരേ കൃഷ്ണ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിനമാണ് അല്ലേ? കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രം. ഇന്നാണ് മലയാളത്തിന്റെ ജനകീയനായ ഭക്തകവി പൂന്താനം തിരുമേനിയുടെ ജന്മദിനം. മലയാളത്തിന്റെ ജനകീയനായ ഭക്തകവി പൂന്താനം നമ്പൂതിരി. കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും എന്ന ജ്ഞാനപ്പാനയിലെ വരികൾ കണക്കിലെടുത്ത് എല്ലാ വർഷവും കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രത്തിലാണ് പൂന്താന ദിനമായി ആഘോഷിക്കുന്നത്. ശ്രീകൃഷ്ണന് കുചേലൻ എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ഗുരുവായൂരപ്പന് പൂന്താനം എന്നാണ് ഭക്തരുടെ വിശ്വാസം. ജ്ഞാനപ്പാന മലയാളത്തിലെ ഭഗവത്ഗീതയായിട്ടാണ് അറിയപ്പെടുന്നതും. പൂന്താനം നമ്പൂതിരി ജനിച്ചതും ജീവിച്ചതുമെല്ലാം മധ്യ കേരളത്തിലെ പഴയ വള്ളുവനാട് താലൂക്കിൽ നെന്മേനി അംശത്തിൽ കീഴാറ്റൂർ എന്ന ചെറിയൊരു ഗ്രാമപ്രദേശത്തെ പൂന്താനം എന്ന ഇല്ലത്തായിരുന്നു എന്നാണ് വിശ്വാസം. അദ്ദേഹം ഇല്ലപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വ്യക്തമല്ലാതാനും ദീർഘനാൾ നീണ്ടുനിന്ന അനപത്യ ദുഃഖത്തിനൊടുവില് ഉണ്ണി പിറന്നപ്പോ ഇല്ലത്ത് സന്തോഷവും ശാന്തിയും കളിയാടി. എന്നാൽ അന്നപ്രാശന ദിനത്തിൽ ആ കുഞ്ഞ് മരണപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം പൂന്താനം തന്റെ ജീവിതം ഭഗവത് ചിന്തകൾക്കായി മാറ്റിവെച്ചു. പുത്രദുഃഖത്താൽ വിവശനായ പൂന്താനം തിരുമേനിയും മന്ത്രജനവും സദാസമയവും കരഞ്ഞും പ്രാർത്ഥിച്ചും പൂജാമുറിയിൽ തന്നെ കഴിഞ്ഞുകൂടി. ഒരു ദിവസം പൂന്താനത്തിന് മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. തൊഴുകൈകളോടെ പൂന്താനം ചോദിക്കും, എന്തേ എനിക്ക് തന്ന ഉണ്ണിയെ മാത്രം തിരികെ വിളിച്ചു കണ്ണാ എന്ന്. അപ്പൊ ഗുരുവായൂരപ്പൻ പറയും, കർമ്മയോഗാണ്, അനുഭവിച്ച് തീർക്കാൻ തന്നെ വേണം, അല്ലാതെ തരില്ല. പൂന്താനം എന്തിനാ വിഷമിക്കണേ? ഞാൻ സദാസമയവും അങ്ങയോടൊപ്പം തന്നെ ഉണ്ടല്ലോ, എന്നെ മകനായി കണ്ടോളൂ, എല്ലാ വിഷമവും മാറും എന്ന്. അത് കേട്ട അദ്ദേഹം എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചു. പുത്രദുഃഖം മറന്ന് ജ്ഞാനപ്പാന രചിച്ചു. കണ്ണൻ പൂന്താനത്തിന്റെ ദുഃഖത്തെ ഭക്തിയാക്കി മാറ്റി. അങ്ങനെ പൂന്താനം ആനന്ദത്തോടെ പാടി, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ മകണമോ മക്കളായി എന്ന്. പിന്നീട് അദ്ദേഹം ഗുരുവായൂർ തൊഴാനായി പോയാൽ കുളിയും ജപവും പ്രദക്ഷിണവും നമസ്കാരവുമായി മിക്കവാറും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചുകൊണ്ടിരുന്നു. വല്ലപ്പോഴും ഇല്ലത്ത് വന്ന് എന്തെങ്കിലും ദ്രവ്യം കിട്ടിയതുണ്ടെങ്കിൽ അത് പത്നിയെ ഏൽപ്പിച്ച് വീണ്ടും ഗുരുവായൂർക്ക് മടങ്ങിപ്പോകും. പത്നിയും കൃഷ്ണനെ പ്രാർത്ഥിച്ച് ഇല്ലത്ത് കഴിഞ്ഞുകൂടി. അക്കാലത്താണ് പൂന്താനം സന്താനഗോപാലം സന്താനകരമായിട്ടുള്ളതാണല്ലോ എന്ന് വിചാരിച്ച് ആ കഥ ഒരു പാന രീതിയിൽ എഴുതുവാൻ തുടങ്ങിയത്. ശ്രീകൃഷ്ണനും അർജുനനും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന ഭാഗത്ത് വൈകുണ്ഠത്തെ ഏതു പ്രകാരം വർണ്ണിക്കണമെന്നറിയാതെ പൂന്താനം വിഷമിക്കും. അങ്ങനെ ഒരു ദിവസം ഉറങ്ങാൻ കിടന്നപ്പോ അന്ന് ഗുരുവായൂരപ്പൻ വൈകുണ്ഠത്തെ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. അതിൻ പ്രകാരമാണത്രേ സന്താനഗോപാലത്തിൽ വൈകുണ്ഠത്തെ വർണ്ണിച്ചിരിക്കുന്നത്. പൂന്താനത്തിന് വിൽപ്പത്തിയില്ലായിരുന്നുവെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലിരുന്ന് പല വിദ്വാൻമാരും ഭാഗവതം വായിച്ച് അർത്ഥം പറയുന്നത് കേട്ട് അദ്ദേഹത്തിന് ഭാഗവതം ഏതു ഭാഗം വായിക്കുന്നത് കേട്ടാലും അർത്ഥം പറയാറായി തീർന്നു. എന്ന് മാത്രമല്ല, ഭക്തനായ അദ്ദേഹം ഭക്തിരസത്തോടു കൂടി അർത്ഥം പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും വളരെ കൗതുകവും ഉണ്ടായിരുന്നു. ഒടുക്കം ഭാഗവതം ആര് വായിച്ചാലും ശരി അർത്ഥം പറയാൻ പൂന്താനത്ത് നമ്പൂതിരി വേണമെന്ന് ജനങ്ങൾക്ക് നിർബന്ധവുമായി. ഒരു ദിവസം ഒരു വിദ്വാൻ വായിക്കാനും പൂന്താനത്ത് തിരുമേനി അർത്ഥം പറയാനും തുടങ്ങി. വായന കേൾക്കാൻ പണ്ഡിതന്മാരും പാമരന്മാരും ഒക്കെയായി അസംഖ്യം ജനങ്ങളും അവിടെ വന്നുകൂടി. അന്ന് വായിച്ച ഭാഗം രുക്മിണി സ്വയംവരം കഥയായിരുന്നു. അർത്ഥം പറയുന്നത് അദ്ദേഹത്തിന്റെ മനോധർമ്മം പോലെയായിരുന്നു, അതായത് ശോകാർത്ഥം നോക്കിയല്ല എന്ന് സാരം. അതിനാൽ രുക്മിണി കൃഷ്ണന്റെ അടുക്കലേക്ക് ബ്രാഹ്മണനെ പറഞ്ഞയക്കുന്ന രംഗം ആ ഭാഗം വർണ്ണിച്ചപ്പോ അദ്ദേഹം രുക്മിണി തന്റെ എല്ലാ വിഷമങ്ങളും കൃഷ്ണനോടുള്ള പ്രേമവും എഴുതി ബ്രാഹ്മണന്റെ കയ്യിൽ ഒരു എഴുത്തു കൊടുത്തയച്ചു എന്ന് പറഞ്ഞു. എഴുത്തു കൊടുത്തയച്ചു എന്നുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലാത്തതായിരുന്നതിനാല് ഇത് കേട്ടുകൊണ്ടിരുന്ന ഒരു വിദ്വാനായ ഒരു നമ്പൂതിരി പൂന്താനത്തിനെ ഒന്ന് പരിഹസിക്കാനായി ചോദിക്കും, എഴുത്തു കൊടുത്തയച്ചു എന്നുള്ളത് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. അത് കേട്ടപ്പോ സംസ്കൃതത്തിൽ അത്ര വിൽപ്പത്തിയില്ലാതിരുന്ന പൂന്താനം തിരുമേനി വിഷമിക്കും. അപ്പോ ശ്രീലകത്ത് നിന്ന് കണ്ണൻ ചോദിച്ചു അത്രേ, എഴുത്തു കൊടുത്തയച്ചില്ല എന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ആ ബ്രാഹ്മണൻ എന്റെ അടുക്കൽ വന്നപ്പോൾ രുക്മിണിയുടെ ഒരു എഴുത്തു കൂടി കൊണ്ടുവന്നിരുന്നു. കണ്ണന്റെ ഈ ഉത്തരം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും
എല്ലാവരും വ്യക്തമായി കേൾക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ചോദ്യം ചോദിച്ച നമ്പൂതിരി പൂന്താനം തിരുമേനിയോട് ക്ഷമ ചോദിച്ചു അത്രേ. അദ്ദേഹം ആനന്ദക്കണ്ണീരോടെ കണ്ണടച്ചിരുന്നു. എല്ലാവരും അദ്ദേഹത്തിന്റെ ഭക്തിയും ഭഗവാൻ അദ്ദേഹത്തോടുള്ള സ്നേഹവും കണ്ട് അത്ഭുതപ്പെട്ടു. പലരും പറഞ്ഞ ഈ കഥകളെല്ലാം അദ്ദേഹത്തിന്റെ ഇല്ലത്തും അറിഞ്ഞു. ഗുരുവായൂരപ്പൻ പോലും ഇത്ര ഇഷ്ടത്തോടെ കേൾക്കുന്ന പൂന്താനത്തിന്റെ ഭാഗവതം കഥ ഒരിക്കലെങ്കിലും കേൾക്കണമെന്ന് അദ്ദേഹത്തിന്റെ പത്നിക്ക് മോഹമായി. ആ പ്രാവശ്യം പൂന്താനം തിരുമേനി ഗുരുവായൂരിൽ നിന്ന് ഇല്ലത്തെത്തിയപ്പോൾ അന്തർജനം പൂന്താനത്തിനോട് പറയും, ഇവിടുന്ന് ഭഗവാന്റെ കഥ പറയുന്നത് കേൾക്കാൻ ഗുരുവായൂരപ്പൻ നേരിട്ട് വരിക പതിവുണ്ടെന്ന് കേൾക്കുകയുണ്ടായി. അതൊന്ന് കേട്ടാൽ കൊള്ളാമെന്ന ഒരു മോഹമുണ്ട്. നമ്മുടെ ഇല്ലത്ത് ഭാഗവത സപ്താഹം നടത്തിയ നന്നായിരുന്നു. ഇവിടുന്ന് കഥ പറയുന്നത് കേൾക്കാൻ ഗുരുവായൂരപ്പനും ഇങ്ങോട്ട് വരുമല്ലോ, അതും ഒരു സുഹൃതമല്ലേ. ഇത് കേട്ട പൂന്താനം തിരുമേനി ഒന്നും പറയാതെ കണ്ണടച്ചിരുന്നു. കാരണം 7 ദിവസം നീണ്ടു നിൽക്കുന്ന സപ്താഹം നടത്താൻ ചെലവുണ്ട്. പാരായണത്തിന് ഒരു പണ്ഡിത ശ്രേഷ്ഠനെ വിളിക്കണം, അദ്ദേഹത്തിന് ദക്ഷിണ നൽകണം. ദിവസം പാരായണം കേൾക്കുവാനായി വരുന്ന സദസ്യർക്ക് അന്നദാനം നടത്തണം. അതിനുള്ള സമ്പാദ്യം കയ്യിലില്ലായിരുന്നു. പതിയുടെ മൗനത്തിന്റെ മനസ്സ് വായിച്ചറിഞ്ഞ അന്തർജനം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കും. എന്നിട്ട് പറയും, സപ്താഹം നടക്കുന്ന ദിവസങ്ങളിലെ ഭക്ഷണത്തെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട. ഇവിടുന്ന് നിത്യദാനത്തിനായി തന്ന ധനം കുറച്ച് നീക്കിയിരിപ്പുണ്ട്. പോരാത്തതെല്ലാം ഉണ്ണികൃഷ്ണൻ തന്നെ നടത്തിത്തരും. എല്ലാം ഭഗവാന് സമർപ്പിച്ച് സപ്താഹം നടത്താമെന്ന് തീരുമാനിച്ച് നല്ലൊരു ദിവസം നിശ്ചയിക്കും. ആ സമയം ഇല്ലത്ത് അതിതേജസ്വിയായ ഒരു ബ്രാഹ്മണനും പത്നിയും എത്തിച്ചേർന്നു. സപ്താഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ അതിയായ സന്തോഷത്തോടെ പറയും, അത്യാവശ്യം ഭാഗവതം വായനയൊക്കെ ഞാൻ ശീലിച്ചിട്ടുണ്ട്. അങ്ങയ്ക്ക് വിരോധമില്ലാച്ച പാരായണം ചെയ്യാൻ അനുവാദം തരണം. അങ്ങയുടെ കഥ കേൾക്കാൻ ഞങ്ങൾ വരാറുണ്ട്. എത്ര കേട്ടാലും എൻ്റെ ഭക്തിക്ക് മതിയാവില്ല. ഈ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നത് ഭാഗ്യമായി. ഇത് കേട്ട പൂന്താനത്തിനും പത്നിക്കും വളരെയധികം സന്തോഷമായി. നിശ്ചയിച്ച ദിവസം തന്നെ പൂന്താനം ഇല്ലത്ത് ഭാഗവത പാരായണം ആരംഭിക്കും. ഇത്ര മനോഹരമായ ഒരു പാരായണം ഇന്ന് വരെ ആരും കേട്ടിട്ടില്ല. കേൾക്കുന്നവരുടെ ഉള്ളിൽ ആനന്ദം നിറയുന്നു. കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകുന്നു. ആനന്ദ നിർവൃതിയിൽ ലയിച്ചിരുന്ന പൂന്താനം കഥ പറയാൻ തുടങ്ങും. കഥ അവസാനിക്കുന്നത് വരെ ഗുരുവായൂരപ്പന്റെ രൂപം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ. ഇത്രയും ഭക്തിയോടെ മാധുര്യത്തോടെ ഇതിനു മുൻപ് ഒരിക്കലും പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. എല്ലാവരും എല്ലാം മറന്ന ഭഗവാനിൽ ലയിച്ചിരുന്നു. സപ്താഹ വായന കേൾക്കാൻ ആൾക്കാർ ഇല്ലത്തേക്ക് വന്നുകൊണ്ടുമിരുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭാഗവത പാരായണം കഴിഞ്ഞാൽ അന്തർജനം എല്ലാവർക്കും മൃഷ്ടാന്ന ഭോജനം നൽകി സംതൃപ്തരാക്കി. ഭഗവാനിൽ അലിഞ്ഞ ദിവസങ്ങൾ നിമിഷങ്ങളായി കടന്നുപോയി. വായനയുടെ സമാപന ദിവസം എല്ലാം ഭംഗിയായി അവസാനിച്ചു. പക്ഷേ അന്ന് അദ്ദേഹത്തിന് അന്തർജനത്തെ എവിടെയെങ്ങും കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അന്വേഷിച്ചപ്പോൾ പൂജാമുറിയിൽ കണ്ണന്റെ മുമ്പിൽ കണ്ണടച്ചിരിക്കുന്നു. ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുമുണ്ട്. പൂന്താനം അടുക്കളയിൽ ചെന്ന് നോക്കും. അടുപ്പിൽ തീ കത്തിച്ച ലക്ഷണമൊന്നും കണ്ടില്ല. ആഹാരം വിളമ്പാൻ സമയമായി. വീണ്ടും പൂജാമുറിയിലെത്തിയ അദ്ദേഹത്തിന്റെ കാൽപെരുമാറ്റം കേട്ട് കണ്ണു തുറന്ന അന്തർജനം നിറഞ്ഞ കണ്ണുകളോടെ പറയും, ഇന്ന് ഇല്ലത്ത് ആഹാരം ഉണ്ടാക്കാൻ സാധനങ്ങളൊന്നുമില്ല. പറഞ്ഞ വാക്ക് പാലിക്കാനും സാധിച്ചില്ല. ഞാൻ മൂലം ഇവിടത്തേക്ക്. തൊണ്ടയിടേറി അത്രയും മാത്രമേ അവർക്ക് പറയാൻ കഴിഞ്ഞുള്ളൂ. ഭക്തി പറയുന്നത് കേട്ട് പൂന്താനം ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കും. ഭഗവാനെ, എന്തൊരു പരീക്ഷണമാണ് ഇത്. ഇങ്ങനെ കരഞ്ഞ് ഭഗവാനെ വിളിച്ചുകൊണ്ടിരുന്ന അവരുടെ അരികിലേക്ക് എന്നും വളരെ പ്രിയത്തോടെ വായന കേൾക്കാൻ എത്തിയിരുന്ന ഒരു ബ്രാഹ്മണ ദമ്പതികൾ കടന്നു വരും. പൂന്താനം തിരുമേനി, ഇത്രയും മനോഹരമായ ഒരു സപ്താഹം ഞാൻ കേട്ടിട്ടില്ല. അങ്ങ് ഇതിലൊന്നും പറയരുത്. ഇന്നത്തെ അന്നദാനം ഞങ്ങളുടെ വകയാണ്. മാത്രമല്ല ആചാര്യ ദക്ഷിണയ്ക്കുള്ള ദ്രവ്യവും വസ്ത്രവും കൂടെ കരുതിയിട്ടുണ്ട്. അങ്ങ് ഭക്തി സമേതനായി വന്നാലും എല്ലാവരും അങ്ങയെ കാത്തിരിക്കുന്നു. അത്യന്തം അത്ഭുതത്തോടെ ധൃതിയിൽ പൂന്താനവും പത്നിയും മുറ്റത്തെ യജ്ഞശാലയിലെത്തി. വിഭവങ്ങൾ സമൃദ്ധമായി എല്ലാ പാത്രങ്ങളിലും നിറച്ചു വെച്ചിരിക്കുന്നു. വെള്ളിത്താലങ്ങളിൽ ദക്ഷിണയ്ക്കുള്ള പട്ടുവസ്ത്രങ്ങളും ഫലങ്ങളും പട്ടിൽ പൊതിഞ്ഞ ദ്രവ്യവും വെച്ചിരിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ! പൂന്താനത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ യുവാവ് അദ്ദേഹത്തെയും പത്നിയെയും കൂട്ടിക്കൊണ്ടുപോയി പാരായണത്തിന് വന്ന ദമ്പതികൾക്ക് ദക്ഷിണ നൽകാൻ ആവശ്യപ്പെട്ടു. പറയാൻ കഴിയാത്ത ആനന്ദത്തോടെ അവർ ആ യുവാവിനെ അനുസരിച്ചു. അതിനുശേഷം ആ യുവദമ്പതികൾ തന്നെ എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. ആനന്ദ നിർവൃതിയോടെ പൂന്താനവും അന്തർജനവും എല്ലാം കണ്ടു നിന്നു. അവസാനം പൂന്താനത്തെയും അന്തർജനത്തെയും ഇരുത്തി അവർ ഭക്ഷണം വിളമ്പിക്കൊടുത്തു. പിന്നീട് ആ യുവദമ്പതിമാരെ ഇരുത്തി പൂന്താനവും ഭക്തിയും ആഹാരം വിളമ്പി. അങ്ങനെ എല്ലാം മംഗളകരമായി നടന്നു. അന്ന് രാത്രി ഉറക്കത്തിൽ പൂന്താനത്തിന് ഒരു സ്വപ്ന ദർശനം ലഭിച്ചു.
വായനയ്ക്ക് വന്ന പണ്ഡിത ബ്രാഹ്മണനും പത്നിയും യുവദമ്പതിമാരും പൂന്താനത്തിനരികെ വന്നു. പണ്ഡിത ബ്രാഹ്മണന്റെയും പത്നിയുടെയും സ്ഥാനത്ത് സാക്ഷാൽ പരമേശ്വരനും ശ്രീ പാർവതീദേവിയും. മഹാദേവൻ പറഞ്ഞു, പൂന്താനം, ഭാഗവത സപ്താഹം അസലായിരുന്നു കേട്ടോ, എത്ര കേട്ടാലും മതിയാവില്ല. ആ സമയം കൂടെയുണ്ടായിരുന്ന ദമ്പതികളുടെ സ്ഥാനത്ത് പുഞ്ചിരിയോടെ നിൽക്കുന്ന രാധാസമേതനായ കൃഷ്ണൻ. കണ്ണൻ മന്ദഹാസത്തോടെ പറയും, എന്റെ കഥകളും ലീലകളും സരസമായി പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ രണ്ടുപേരും പൂന്താനത്തിനരികെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് സദ്യ വിളമ്പിയതും ഞങ്ങളായിരുന്നു. ഭഗവാന്റെ ഭക്തവാത്സല്യം അനുഭവിച്ച പൂന്താനത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ കണ്ണുകൾ നിറയുന്നു അല്ലേ ഭക്തിയോടെ. കൃഷ്ണ. ഒരു നാൾ പൂന്താനം തിരുമേനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരു ക്ഷേത്രാധികാരി വന്ന് പറയും, അവിടെ നിന്ന് മാറിയിരിക്കണം, ഒരു മഹാപണ്ഡിതൻ വന്നിട്ടുണ്ട്, അദ്ദേഹമാണ് ഇവിടെ ഇരിക്കേണ്ടത്, വേഗം എഴുന്നേറ്റ് മാറിയിരിക്കൂ എന്ന്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പൂന്താനത്തോട് പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹം ആദ്യമൊന്നും മടിക്കും. ക്ഷേത്രാധികാരി പൂന്താനത്തെ ബലം പ്രയോഗിച്ച് എഴുന്നേൽപ്പിക്കും. താൻ വേദം പഠിക്കാത്ത ആളായതുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്നതെന്ന് കരുതി പൂന്താനം തിരുമേനി വളരെ ദുഃഖിക്കും. പൂന്താനത്തിന്റെ ദുഃഖം കണ്ട് ശ്രീകോവിലിൽ നിന്നും പെട്ടെന്നൊരു ശബ്ദം കേൾക്കാണ്. ഭഗവാൻ പറയും, പൂന്താനം, ഈ ദുഷ്ടന്മാരുടെ അടുത്തേക്ക് ഇനി വരണ്ട, ഇവരുടെ അടുത്ത് താമസിക്കുകയും വേണ്ട, ഇനി ഗുരുവായൂരിൽ വരരുത്. പൂന്താനത്തിന് എന്നെ കാണണമെങ്കിൽ ഞാൻ ഇല്ലത്ത് വരാം. ഭഗവാനെ തന്നെ മടിച്ചിരിക്കുന്നു ക്ഷേത്രാധികാരികളുടെ എല്ലാം പെരുമാറ്റം അല്ലേ? അതല്ലേ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അന്നു മുതൽ പൂന്താനം തിരുമേനി ഇല്ലത്ത് തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരിക്കൽ പൂന്താനം തിരുമേനി സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തെറ്റ് സംഭവിക്കുകയുണ്ടായി. അതായത് പത്മനാഭോ മരപ്രഭു എന്ന് ചൊല്ലും. അത് കേട്ട് വിദ്വാനായ മറ്റൊരു നമ്പൂതിരി പറയും, വിഡ്ഢി, മരപ്രഭു അല്ല, അമരപ്രഭുവാണ്. പത്മനാഭോ മരപ്രഭു എന്ന് സന്ധി ചേർത്ത് ചൊല്ലുക തന്നെ വേണം എന്ന്. അപ്പൊ പിന്നെ മരപ്രഭു ആരാണ്? ഞാൻ മരപ്രഭുവുമാണ് എന്നൊരു അശരീരവാക്ക് ശ്രീലകത്തു നിന്നും കേൾക്കുകയുണ്ടാവും. അപ്പോൾ പിന്നെ വിദ്വാൻ നമ്പൂതിരിയുടെ കാര്യം പറയണ്ടല്ലോ അല്ലെ? അങ്ങനെ അനവധി കഥകളുണ്ട് ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ കുറിച്ച്. ഇപ്രകാരം കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പൂന്താനത്ത് നമ്പൂതിരിയെ കുറിച്ച് എല്ലാവർക്കും വളരെ ബഹുമാനമായി തീർന്നു. ക്ഷേത്രത്തിൽ പതിവായി നമസ്കാര ഭക്ഷണത്തിനിരിക്കുമ്പോൾ വേദജ്ഞന്മാരും വിദ്വാൻമാരുമായ ബ്രാഹ്മണർ എത്ര ഉണ്ടായിരുന്നാലും പൂന്താനത്ത് നമ്പൂതിരിയെ മാന്യസ്ഥാനത്ത് ഒന്നാമനായിട്ട് ഇരുത്തുക എന്ന പതിവായി. ക്രമേണ ആരും പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് മാന്യസ്ഥാനത്തിരിക്കാമെന്നായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരസ്ഥനും വിദ്വാനും വേദജ്ഞനുമായ ഒരു നമ്പൂതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വന്നു. നമ്പൂതിരിപ്പാടിന് ഊണ് ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു. അതിനാല് ക്ഷേത്രാധികാരിയായ നമ്പൂതിരി അന്ന് ഭക്ഷണത്തിന് മാന്യസ്ഥാനത്ത് നമ്പൂതിരിപ്പാടിനെ ഇരുത്തണമെന്ന് നിശ്ചയിച്ചു. പൂന്താനത്ത് നമ്പൂതിരി ഇതൊന്നും അറിയാതെ പതിവ് പോലെ ഊണുകാലമായപ്പോ മാന്യസ്ഥാനത്ത് ഒന്നാമനായി പോയിരുന്നു. അപ്പോ ക്ഷേത്രാധികാരി പൂന്താനത്തിനോട്, മഹായോഗ്യനായിരിക്കുന്ന ഒരു ഉത്തമ ബ്രാഹ്മണൻ ഇവിടെ വന്നിരിക്കുന്നു, ആ സ്ഥിതിക്ക് ഇന്ന് താൻ അവിടെ ഇരിക്കുന്നത് ശരിയല്ല, ന്യായമല്ല, അതിനാൽ വേഗം എഴുന്നേറ്റ് മാറിയിരിക്കൂ എന്ന് പറഞ്ഞു. എങ്കിലും പല യോഗ്യന്മാർ കൂടി തനിക്ക് സമ്മതിച്ചു വന്നിരിക്കുന്ന മാന്യസ്ഥാനം വിട്ടുകൊടുക്കുന്നതിന് മനസ്സ് വരായികയാല് പൂന്താനത്ത് നമ്പൂതിരി എണീറ്റു മാറിയില്ല. അതിനാൽ ക്ഷേത്രാധികാരി അദ്ദേഹത്തെ കൈപിടിച്ച് എണീപ്പിക്കും. താൻ വേദാർഹനും വിദ്വാനുമല്ലാഞ്ഞിട്ടാണല്ലോ തന്നെ ഇങ്ങനെ അപമാനിച്ചതെന്നോർത്ത് പൂന്താനത്ത് നമ്പൂതിരിക്ക് വളരെ വ്യസനമുണ്ടാവും. പൂന്താനം വളരെ സങ്കടത്തോടെ പുറത്തിറങ്ങിപ്പോകും. അപ്പോഴും ശ്രീകോവിലിനകത്തുനിന്ന് ഒരു അശരീരി കേൾക്കുകയുണ്ടായി. പൂന്താനം, ഇനി ഈ ദുഷ്ടന്മാരുടെ അടുക്കൽ താമസിക്കുകയോ ഇവിടെ വരികയോ വേണ്ട. പൂന്താനത്തിന് എന്നെ കാണണമെങ്കിൽ ഞാൻ പൂന്താനത്തിന്റെ ഇല്ലത്ത് വന്നുകൊള്ളാം എന്നൊരു അശരീരി വാക്കുണ്ടായി. നമ്പൂതിരി അത് കേട്ട് സന്തോഷിച്ച് അപ്പോൾ തന്നെ തന്റെ ഇല്ലത്തേക്ക് മടങ്ങുകയും ചെയ്തു. നമ്പൂതിരി ഇല്ലത്ത് ചെന്നതിന്റെ ശേഷവും ഭഗവാൻ വന്ന് കണ്ടല്ലാതെ ഊണ് കഴിക്കുകയില്ലെന്ന് നിശ്ചയിച്ച് അവിടെ തന്നെ ഇരിക്കും. അപ്പോ ഭക്തവത്സനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്പൂതിരിയുടെ ഇല്ലത്തേക്ക് എഴുന്നള്ളും. ഭക്തശിരോമണിയായ നമ്പൂതിരി ഭക്തവത്സലനായ ഭഗവാനെ തന്റെ വാമഭാഗത്ത്, അതായത് ഇടത്ത് പ്രത്യക്ഷമായി കണ്ടു. നമ്പൂതിരി ഉടനെ എണീറ്റ് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കും, വന്ദിക്കും. അപ്പോൾ ഭഗവാൻ, ഇനി പൂന്താനം എന്നെ ഇവിടെ ഇരുന്ന് സേവിച്ചാൽ മതി, എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കും എന്ന് അരുളി ചെയ്തതിന്റെ ശേഷം മറയുകയും ചെയ്തു. നമ്പൂതിരി ഭഗവാനെ കണ്ടതായ ആ സ്ഥലത്ത് ഒരു അമ്പലം പണിയിച്ചു. അവിടെ ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തെ കുടിയിരുത്തി പതിവായി പൂജാനിവേദ്യം
ഇത്യാദികൾ കഴിച്ച് സേവിച്ചു കൊണ്ടിരുന്നു. ആ സ്ഥലം നമ്പൂതിരി ഇരുന്നതിൻ്റെ ഇടത്തുവശത്തായിരുന്നതിനാൽ ആ അമ്പലത്തിന് ഇടതുപുറത്തമ്പലം എന്ന് പേരുകിടുകയും ചെയ്തു. ഭാഗവതവും മറ്റും വായിച്ചു കേട്ടിട്ടുണ്ടായ പദപരിചയം കൊണ്ടും ഭഗവത് ഭക്തി കൊണ്ടും ഭഗവത് കാരുണ്യം കൊണ്ടും പൂന്താനത്ത് നമ്പൂതിരി കാലക്രമേണ സംസ്കൃതത്തിലും കവിതയുണ്ടാക്കാൻ ശക്തനായി തീർന്നു. പൂന്താനത്ത് നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രം വിട്ട് ഇല്ലത്ത് സ്ഥിരതാമസമാക്കിയതിന്റെ ശേഷം ഭഗവത് കാരുണ്യത്താൽ അദ്ദേഹത്തിന് ദീർഘായുസ്സോടുകൂടിയ സന്തതികൾ ഉണ്ടാവുകയും അദ്ദേഹം പിന്നെയും വളരെ കാലം അർത്ഥപുത്രമിത്രാദികളോടും ഭഗവങ്കൽ നിശ്ചലതയും സുദൃഢവുമായ ഭക്തിയോടും കൂടി സുഖമാവും വണ്ണം ജീവിച്ചിരിക്കുകയും ചെയ്തു. ഇനി നമുക്ക് പൂന്താനം തിരുമേനിയുടെ വൈകുണ്ഠയാത്രയെ പറ്റി അറിയാം. മരണസമയത്ത് ഉടലോടെ വൈകുണ്ഠത്തിലേക്ക് പോകണമെന്നാണ് പൂന്താനം ആഗ്രഹിച്ചത്. തൻ്റെ ആഗ്രഹം ഗുരുവായൂരപ്പൻ സാധിപ്പിച്ചു തരും എന്ന പൂർണ്ണ വിശ്വാസവും പൂന്താനത്തിനുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ നിദ്രയിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. തന്നെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാൻ നാളെ ഭഗവാൻ എത്തുമെന്നതായിരുന്നു ആ സ്വപ്നം. നേരം പുലർന്നപ്പോൾ ഇക്കാര്യം പൂന്താനം ഇല്ലത്തുള്ളവരോട് പറഞ്ഞു. വേണ്ടതെല്ലാം ഒരുക്കുവാനും ആവശ്യപ്പെട്ടു. പൂന്താനവും ഉത്സാഹിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗുരുവായൂരപ്പനെ മുന്നിൽ കണ്ടിട്ടെന്ന പോലെയുള്ള പെരുമാറ്റവും പൂന്താനത്തിനുണ്ടായി. ഇല്ലത്തെത്തിയ ഭഗവാനെ ആ പരമഭക്തൻ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ട് അദ്ദേഹത്തിന് സുബോധം നഷ്ടപ്പെട്ടു എന്ന് തന്നെ മറ്റുള്ളവർ കരുതും. പൂന്താനത്തിനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഭഗവാൻ എത്തിയിരിക്കുന്നത്. തന്നോടൊപ്പം തനിക്ക് വളരെ അടുപ്പമുള്ളവരെ കൂടെ കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് പൂന്താനം അപേക്ഷിക്കും. ഭക്തവാത്സല്യത്താൽ ഭഗവാൻ അതിന് സമ്മതിക്കുകയും ചെയ്യും. അദ്ദേഹം ഇതേക്കുറിച്ചും ഇല്ലത്തുള്ളവരോട് പറയും. ആരെങ്കിലും വരുന്നോ എൻ്റെ കൂടെ? ശരീരം ഉപേക്ഷിക്കാതെ തന്നെ മഹാവിഷ്ണുവിന്റെ കാൽക്കൽ അവിടത്തെ അനുഗ്രഹവും പരമാനന്ദവും അനുഭവിച്ചുകൊണ്ട് കഴിയാം. ആരെങ്കിലും വരുന്നോ? ഞാനിതേ പോവുകയാണ്, വേഗം പറയൂ. ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നോ? ഇതൊന്നും ആരും വിശ്വസിച്ചില്ല. എല്ലാവരും അദ്ദേഹത്തെ പരിഹസിച്ചു. അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് വരെ ചിലർ പറഞ്ഞു. ചിലർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക പോലും ഉണ്ടായി. ശരീരത്തോടെ അങ്ങോട്ട് പോകാമെന്നോ? നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ എന്നെല്ലാം ചോദിക്കും. പൂന്താനം പറയും, എനിക്ക് ഒന്ന് മാത്രം അറിയാം. ഞാൻ കൃഷ്ണനെ ആരാധിക്കുന്നു. എനിക്ക് കൃഷ്ണനിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നെ എൻ്റെ ശരീരത്തോടുകൂടി വിഷ്ണുലോകത്തിലേക്ക് കൊണ്ടുപോകാനാണ് കൃഷ്ണൻ എത്തിയിരിക്കുന്നത്. എന്തായാലും ഞാൻ പോവുകയാണ്. വേണ്ടവർക്ക് എൻ്റെ കൂടെ വരാം. അത്രയും പറഞ്ഞ പൂന്താനം ഇല്ലത്തിന് പുറത്തിറങ്ങി ഒരു പ്രത്യേക സ്ഥലത്ത് പോയി നിൽക്കും. ഭഗവാൻ കൊണ്ടുവന്ന വിമാനം അദ്ദേഹം അവിടെ കണ്ടിരിക്കും. അദ്ദേഹത്തിന് ഭ്രാന്ത് തന്നെയെന്ന് എല്ലാവരും തീർച്ചയാക്കി. എന്നാൽ വൃദ്ധയായ അദ്ദേഹത്തിന്റെ വേലക്കാരി അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായി വിശ്വസിച്ചു. അവർ ചോദിച്ചു, സ്വാമി, എന്നെ കൂടെ കൊണ്ടുപോകാമോ? ശുദ്ധനായ പൂന്താനം സമ്മതിച്ചു. ആ നിമിഷം പൂന്താനവും വേലക്കാരിയും അപ്രത്യക്ഷരായി. പൂന്താനത്തിന്റെ ദേഹം അപ്രത്യക്ഷമായ സ്ഥലത്ത് പിന്നീട് ഒരു കൃഷ്ണ വിഗ്രഹം വെച്ചു. അത് ഇന്നും അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ തൻ്റെ ഭക്തിയുടെ ആഴം അദ്ദേഹം തെളിയിച്ചു. ഒരു നിഷ്കാമ ഭക്തന് അസാധ്യമായി ഒന്നുമില്ലെന്ന് പൂന്താനത്തിൻ്റെ മരണം തെളിയിക്കുന്നു. എത്ര ധന്യമായ ജന്മമല്ലേ! എത്ര ആഴത്തിലുള്ള കൃഷ്ണപ്രണയം! എത്ര സന്തോഷ സമ്പന്നമായ ജീവിതം! പുണ്യജന്മമേ, ആ പാദങ്ങളിൽ ഞാൻ പ്രണമിക്കുന്നു. ഭക്തനും ഭഗവാനും ഭേദമില്ലല്ലോ. അങ്ങയുടെ പാദങ്ങളും കൃഷ്ണപാദങ്ങളും വിഷ്ണുപാദങ്ങളും ഒന്നു തന്നെയല്ലേ? ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തന്റെ ആ പുണ്യാത്മാവിന്റെ പാദങ്ങളിൽ ഞാൻ മനസ്സാ നമസ്കരിക്കുന്നു. എല്ലാവർക്കും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അറിവുകൾക്ക് കടപ്പാടോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.